സത്യ ജോണാണ്. ഞാൻ പിറവത്തു നിന്നാണ് വന്നത്. പിറവംപള്ളി ഇടവകയിൽ നിന്നാണ് ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നത്. ഈ സാക്ഷ്യത്തിന് അനുഗ്രഹിച്ച അമ്മ മാതാവിനും തിരുക്കുമരനക്കും 1000 നന്ദി പറയുന്നു. ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ മകനക്ക് വേണ്ടിയാണ്. എൻ്റെ മകൻ പിറവംപള്ളിയിൽ കപ്പയറായിട്ട് ആൽത്തറയിൽ ശുശ്രൂഷകനാണ്. പക്ഷെ അവനക്ക് എപ്പോഴും തലവേദനയും വയറുവേദനയും 8 മാസക്കാലങ്ങളായിട്ട് അനുഭവപ്പെടുമായിരുന്നു. ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ചെറിയ ചെറിയ ആശുപത്രിയിലൊക്കെ ചികിത്സിക്കുമായിരുന്നു. പക്ഷെ അത് മാറില്ലായിരുന്നു. എപ്പോഴും കുഞ്ഞിന് തലവേദന, വെട്ടം കാണാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, അങ്ങനെയായിരുന്നു. അതിനു വേണ്ടി അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നു. ഓഗസ്റ്റ് 13 അമ്മയുടെ നടയിൽ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. വീട്ടിൽ ചെന്ന് ഒരാഴ്ച ആയപ്പോഴത്തേക്കും എൻ്റെ മോനുക്ക് പിന്നെയും വയറുവേദനയും തലവേദനയും തുടങ്ങി. അപ്പം തന്നെ അമൃത ആശുപത്രിയിലേക്ക് എൻ്റെ മോനെ കൊണ്ടുപോയി. അവിടെ ചെന്ന് പീഡിയാറ്റിൻ്റെ ഗാസ്ട്രോളിനെയാണ് കണ്ടത്. അവിടെ എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും ചെയ്യിച്ചു, സ്കാനിങ് ചെയ്തിച്ചു. പക്ഷേ ഒരു കുഴപ്പം മോനിനില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ വേദന വരുന്നതുണ്ടെന്ന് ഡോക്ടർക്ക് മനസ്സിലായില്ല. ഡോക്ടർ അവസാനമായി പറഞ്ഞു, എൻഡോസ്കോപ്പ് നമുക്ക് ഒരാഴ്ച കഴിയുമ്പോൾ ചെയ്യാം. എൻഡോസ്കോപ്പ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് നമുക്ക് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞങ്ങൾ സമ്മതിച്ചു. ഡോക്ടർ കഴിഞ്ഞ് ഇറങ്ങി വന്നു. ആ ബ്ലഡ് ടെസ്റ്റിൽ ഒരു കുഴപ്പമുണ്ട് മോനക്ക്. ഏറ്റവും കൂടുതലായിട്ട് ബ്ലഡിൽ തൈറോയിഡ് കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അറിയത്തില്ലെന്ന് പറഞ്ഞു. ഡോക്ടർ തൈറോയിഡിൻ്റെ ഡോക്ടറെ മൊബൈലിൽ വിളിച്ചു, സംസാരിച്ചു. അത് കഴിഞ്ഞ് തൈറോയിഡിൻ്റെ ഡോക്ടറെ അടുത്ത് ഞങ്ങളെ റിഫർ ചെയ്തു. കുഞ്ഞിനെയും കൊണ്ട് അവിടെ ചെന്നു. അൾട്രാസൗണ്ടൊക്കെ ചെയ്തു, കുറേ ബ്ലഡ് ടെസ്റ്റും ചെയ്തു. മോനക്ക് എവിടെ നിന്നാണ് ഈ തൈറോയിഡ് ഉണ്ടായതെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവിടുത്തെ തൈറോയിഡ് ഡോക്ടറും പറഞ്ഞു, ഒരാഴ്ച കഴിയുമ്പോൾ മോനക്ക് 2 ബ്ലഡ് ടെസ്റ്റും പ്രത്യേക സ്കാനിങ് തൈറോയിഡിനുണ്ട്, ഒരാഴ്ച കഴിയുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഡോക്ടർ ഞങ്ങളെ വിട്ടു. 8 മാസക്കാലമായിട്ട് എൻ്റെ മോൻ കളിക്കാൻ പോയപ്പോൾ അവൻ്റെ കാലിൽ ഒരു കമ്പ് കൊണ്ട് കയറി, കാൽപാദത്തിൽ ചെറിയ മുറിവായിരുന്നു, അത് ഉണങ്ങിയായിരുന്നു. അത് പിന്നെ ഈ കുതികാല് വെണ്ട് കീറണപ്പോൾ വെണ്ട് കീറുവും വേദനയായിരുന്നു. മോനൊക്കെ നടക്കാനോ കളിക്കാനോ സ്കൂളിൽ പോകാനോ ബുദ്ധിമുട്ടായിരുന്നു. അന്ന് തന്നെ സമയമുള്ളത് കൊണ്ട് സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിച്ചു. സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, ക്യാൻസറിൻ്റെ ഒരു സംശയമുണ്ട്, ഞങ്ങൾ ബയോപ്സിനെ കൊടുക്കട്ടെ, റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ചികിത്സിക്കാം, ഇപ്പം മരുന്നൊന്നും വേണ്ടാന്ന് ഡോക്ടർ പറഞ്ഞു. ബയോപ്സിനെ കൊടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു 7 വർക്കിംഗ് ഡേയ്സ് കഴിയുമ്പോഴാണ് റിസൾട്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ അതും കഴിഞ്ഞു വീട്ടിൽ വന്നു. തിരിച്ച് ഒരാഴ്ച കഴിഞ്ഞാണ് 3 ഡോക്ടേഴ്സ് ഞങ്ങളോട് വരാൻ പറഞ്ഞത്. ഓണം അടുത്തതായി കൊണ്ട് ലീവൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പോകണ്ടാന്ന് തീരുമാനിച്ചു. എന്നും 2 നേരം പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി ഉപ്പ് വെള്ളത്തിലിട്ട് മോനെ കുടിപ്പിക്കുമായിരുന്നു. അവൻ്റെ വയറിലും തലയിലും ഉടമ്പടി തൈലം പുരട്ടുമായിരുന്നു. അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഡോക്ടറെ കാണാൻ പോവാന്ന് തീരുമാനിച്ചു. ഈ ഓഗസ്റ്റ് മാസം 28 ആശുപത്രി പോയി. ഈ ഒക്ടോബർ 19 അമ്മയുടെ അടുത്ത് വന്നു. പേപ്പറൊക്കെ കൊണ്ടുവന്ന് ജോസഫ് അച്ഛനെ കാണാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടറിലായതുകൊണ്ട് അടുത്ത് കണ്ട ഡോക്ടറിൻ്റെ ചീട്ട് ഞാൻ മേടിച്ചില്ലായിരുന്നു. പഴയ ചീട്ടും കൊണ്ടുവന്നപ്പോഴത്തേക്കും ഇവിടെ പറഞ്ഞു, ഈ ചീട്ട് കാണിച്ച് അച്ഛനെ കാണാൻ ഒക്കെയില്ല, അടുത്തുള്ള പേപ്പർ വേണമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിലില്ലാത്ത കൊണ്ട് ഞാനിവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ആ ക്യൂവിൽ നിന്ന് മകൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, കൈവച്ച് പ്രാർത്ഥിച്ചു. 19 പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ ചെന്നു. പിറ്റേ ദിവസം 20 ഞാൻ അമൃത ഹോസ്പിറ്റലിലേക്ക് മൗനം കൊണ്ട് ചെന്നു. ആദ്യമേ കണ്ടത് സ്കിന്നിൻ്റെ ഡോക്ടറെ ആയിരുന്നു. ഡോക്ടറെ കണ്ടപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, ഞാൻ രാവിലെ ഇരുന്ന് ഉപവാസം എടുത്തു, പ്രാർത്ഥനയോടെ ആയിരുന്നു. ഡോക്ടർമാരുടെ വാക്കുകൾ കേൾക്കവും ഡോക്ടർമാർ എന്തു പറയണമെന്ന് ഒരു ടെൻഷനായിരുന്നു. എൻ്റെ ഭർത്താവും പുറത്ത് അബുദാബിയിലാണ്, ഭർത്താവും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, മകനക്ക് ഒരു കുഴപ്പവും ഇല്ല, മകൻ പണ്ടത്തെ കറുപ്പൻ പറയണ ഒരു ചൊറിയണ കടിയാണ്, ആ കടി മാറിക്കോളും, ഒരു കുഴപ്പം ഉണ്ടാകില്ലെന്ന് പറഞ്ഞു. സന്തോഷത്തോടെ കരഞ്ഞു. ഡോക്ടർ പറഞ്ഞു, എന്തിനെ കരയണേന്ന് ചോദിച്ചു. ഡോക്ടറോട് പറഞ്ഞു, ഈ 20 ദിവസങ്ങളായിട്ട് ഞാനും എൻ്റെ ഭർത്താവും പ്രാർത്ഥനയും സങ്കടം കരച്ചിലായിരുന്നു. എൻ്റെ കൊച്ചിൻ്റെ കാര്യം മറ്റുള്ളവരോട് പറയാൻ എനിക്ക് പേടിയായിരുന്നു. ക്യാൻസർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും
കളിയാക്കലും പുച്ഛപ്പെടുത്തലും അങ്ങനെയൊക്കെ പറയും. അതുകൊണ്ട് ഞാനും എൻ്റെ ഭർത്താവും എന്നും പ്രാർത്ഥനയാളിയായിരുന്നു. 21ാമത്തെ ദിവസം അമ്മ മാതാവ് എൻ്റെ മോനക്ക് ക്യാൻസർ അല്ല, ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അടുത്തത് സ്കിന്നിൻ്റെ ഡോക്ടർ അത് കഴിയുമ്പോൾ കണ്ടു. സ്കിന്നിൻ്റെ ഡോക്ടർ പറഞ്ഞു, ഇവിടെ നിന്ന് ഉടമ്പടിത്ത അന്ന് മുതൽ ഈ നേരെ വരെ എൻ്റെ മകനക്ക് വയറുവേദനയോ തലവേദനയോ ഒന്നും ഇന്ന് വരെ പറഞ്ഞിട്ടുമില്ല, അവനക്ക് ഒരു കുഴപ്പമില്ലാന്ന്. സ്കിന്നിൻ്റെ ഡോക്ടറെ കണ്ടപ്പോൾ മാഡം പറഞ്ഞു, ഗ്യാസ്ട്രോൾ പറഞ്ഞു, അവനക്ക് വയറുവേദന ഇല്ല, ഇനി എൻഡോസ്കോപ്പ് ചെയ്യണമെന്നില്ല, അവനക്ക് ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോകാം, ഇനി ഡോക്ടറെ കാണണമെന്നില്ലെന്ന് പറഞ്ഞു. അവിടെയും എനിക്ക് സന്തോഷ വാർത്ത അമ്മ മാതാവ് നൽകി. അടുത്തതായി തൈറോയിഡിൻ്റെ ഡോക്ടറെ കാണാൻ വേണ്ടി ഞങ്ങൾ ചെന്നു. അവിടെ ബ്ലഡ് ടെസ്റ്റ് രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 2 ബ്ലഡ് ടെസ്റ്റ് വന്ന് കഴിയുമ്പോഴാണ് സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞത്. ആ റിസൾട്ട് വന്ന വഴിക്ക് ഡോക്ടർ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, ഈ റിസൾട്ടൊക്കെ എൻ്റെ കയ്യിൽ ഇവിടെ ഞാൻ ചോദിച്ച് മേടിച്ചുകൊണ്ട് വന്നു, അമ്മയോടൊന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു. ആ ബ്ലഡ് ടെസ്റ്റുകളിലൊക്കെ മോനക്ക് ഹൈ ലെവൽ തൈറോയിഡും കുറേ കൗണ്ടുകൾ കുറവായിരുന്നു. ആ കുറവുള്ള കൗണ്ടുകളെല്ലാം ലെവലാവും, ഹൈ ലെവലിലിരുന്ന തൈറോയിഡ് നോർമലായും ഇരുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, ഇത് എന്ത് അത്ഭുതം സംഭവിച്ചു? എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഈ അമൃത ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു അത്ഭുതം കാണണേന്ന് ഡോക്ടർ പറഞ്ഞു. അതിന് ഞാൻ പെട്ടെന്ന് കരയും. എനിക്ക് അവിടെ നാണവും പുച്ഛം തോന്നിയില്ല. ഞാൻ പെട്ടെന്ന് കരഞ്ഞിട്ട് പറഞ്ഞു, കൃപാസന മാതാവുണ്ട്, അവിടെ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അതിൻ്റെ ബലമാണ് ഡോക്ടറേന്ന് പറഞ്ഞു. അപ്പോൾ അത് എവിടെയാ സ്ഥലമെന്ന് ഡോക്ടർ ചോദിച്ചു. ഡോക്ടർ ഒരു നായരാണ്. അപ്പോൾ ഡോക്ടർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആലപ്പുഴ തലവൂരാണ് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു, ഒരിക്കലും മാതാവിനെ കൈവിടരുത്, ഇത്തരം ഒരു അത്ഭുതങ്ങളാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ അമൃത ഹോസ്പിറ്റലിലെ എത്രയോ കാര്യങ്ങളും പേഷ്യൻറ്റിനെ ഞങ്ങൾക്ക് നോക്കാറുണ്ട്, ഇതുപോലെ അത്ഭുതം ആദ്യമായിട്ടാണ് കാണുന്നത്, അമ്മേനെ ഒരിക്കലും കൈവിടരുതിനെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു പുച്ഛം തോന്നിയത്. നമുക്കൊരു നാണോ ഇല്ലാതെ അമ്മേനെക്കുറിച്ച് എല്ലാവരുടെയും മുൻപിൽ പറഞ്ഞു കഴിഞ്ഞിട്ടായിരുന്നു എനിക്കൊരു നാണം പുച്ഛം എൻ്റെ മനസ്സിൽ വന്നത്. അതുവരെ എനിക്ക് നാണം തോന്നിയില്ല. പിന്നെ ഞാനൊരു ചെറിയ കടയാണ് നടത്തുന്നത്. ആ കടയിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ലോക്കലിലെ ടൗണിലെ അല്ല. അപ്പം കടയിൽ വന്നവരെല്ലാവരും ചെറുപ്പക്കാരെ പിള്ളേരൊക്കെ വരും, നമ്മുടെ നാട്ടിലുള്ള ചെറുക്കന്മാരാ, എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു. നീ എന്നാടി മരിയായി എന്ന് പറഞ്ഞു കളിയാക്കുമായിരുന്നു. അപ്പം ഞാൻ അവരോട് എല്ലാം എന്നെ കളിയാക്കരുതേ എന്ന് പറയുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മകനക്ക് രോഗസൗഖ്യം കിട്ടിയപ്പോൾ എല്ലാവർക്കും വിശ്വാസമായി, എന്നെ ആരും കളിയാക്കത്തില്ല. കടയിൽ വന്നവരോട് എല്ലാവരോടും പറയും, മാതാവിനെക്കുറിച്ച് പറയാതെ മനുഷ്യരാരും കാണത്തില്ല. കുഞ്ഞു പിള്ളേർ വന്നാലും എൻ്റെ കടയിൽ അവരോട് എൻ്റെ മാതാവിൻ്റെ സാക്ഷ്യം പറഞ്ഞ് കച്ചവടം ചെയ്യത്തുള്ളൂ. 7 മണിയാകുമ്പോൾ ഉടനെ ഓൺലൈൻ പ്രാർത്ഥന 7 മണിക്ക് ഞാൻ പങ്കെടുക്കും. ആ സമയത്ത് എൻ്റെ കടയിൽ ആരും വരലേന്ന് അമ്മയോട് പ്രാർത്ഥിച്ചിട്ടേ മുട്ടുകുത്തുള്ളൂ. ആ സമയത്ത് ആര് വന്നാലും എൻ്റെ കച്ചവടം പോവില്ല, അവരവിടെ വെയിറ്റ് ചെയ്യും. എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ അവർക്ക് സാധനം എടുത്തു കൊടുക്കുന്നത്. അതിനുള്ള ക്ഷമ എൻ്റെ കടയിൽ വന്ന കസ്റ്റമർക്ക് അമ്മ നൽകി. പിന്നെ എൻ്റെ ഭർത്താവ് അബുദാബിയിലാണ്. എന്നും സങ്കടങ്ങളും പരാതിയും പരിഭവവും, വിളിക്കുമ്പോൾ അടി കൂടും. അപ്പം തന്നെ ഫോൺ വയ്ക്കും. ആഴ്ച 1-2 ദിവസമാണ് വിളിക്കുകയുള്ളൂ. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത 13-ാം തീയതി ഓഗസ്റ്റാണ് എടുത്തത്. ആ 13-ാം തീയതി വരെ ഇന്നു വരെ എൻ്റെ ഭർത്താവ്, ഞാൻ 5:30 പ്രാർത്ഥന കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് 6 മണിയാകുമ്പോൾ വിളിച്ചിരിക്കും. എത്ര തിരക്കുണ്ടെങ്കിലും വിളിച്ച് സന്തോഷത്തോട് സംസാരിക്കും. ഞങ്ങൾ ഇന്നു വരെ പരാതിയും പരിഭവവും സങ്കടം കരച്ചിലും ഇന്നു വരെ ഉണ്ടായിട്ടില്ല. എന്നും സന്തോഷത്തോട് സംസാരിക്കും, സന്തോഷത്തോട് കാര്യങ്ങൾ പങ്കുവയ്ക്കും, എന്നും വിളിക്കും. എൻ്റെ സങ്കടവും പരാതി ഞാൻ ഇപ്പം പറയണത് അമ്മാ മാതാവിയോടാണ് പറയണത്. അവിടെ പറയും, കരയും. പിന്നെ ഓരോ ദിവസങ്ങളും കടയിൽ സാധനം എടുക്കാൻ വേണ്ടി പൈസ തികഞ്ഞില്ലല്ലോ, ലോക്കലായതുകൊണ്ട് മിക്കവാറും കടനാണ് പോണത്. 2 മാസം കൂടുമ്പോഴേ പൈസ നമുക്ക് തിരിച്ചു തരുള്ളൂ. അപ്പം നമ്മൾ സാധനം എടുക്കുമ്പോൾ പൈസ ഇല്ലാതെ വരുമ്പോൾ എനിക്ക് എന്നും ടെൻഷനായിരുന്നു, പൈസ ഇല്ല. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത പിന്നെ എനിക്ക് പൈസേൻ്റെ ഒരു ടെൻഷനോ ഇല്ല, പൈസയുടെ കാര്യം ചിന്തിക്കാറേ ഇല്ല. സമയമാവുമ്പോൾ എൻ്റെ കാര്യങ്ങൾ നടന്നിരിക്കും. എൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും ആ സമയത്ത് എനിക്ക് ആരെങ്കിലും വായ്പയായിട്ട് പൈസ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തരും. ഞാൻ അങ്ങോട്ട് ചോദിക്കത്തില്ല. ഞാൻ എൻ്റെ അമ്മയോട് പ്രാർത്ഥിക്കും, അമ്മേ എനിക്ക് ആരുടെ മുൻപിൽ ഇനി കൈ നീട്ടാൻ വരത്തില്ലേ, എനിക്ക് വായ്പയായാലും എന്ത് കാര്യമായാലും എൻ്റെ കയ്യിലേക്ക് അമ്മ കൊണ്ടുവന്ന് തന്നേന്. എനിക്ക് പൈസ ഇല്ലെന്ന് തോന്നിയാൽ
എൻ്റെ മാതാവ് ആരുടെയെങ്കിലും രൂപത്തിൽ എനിക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കും. ഞാൻ അതിനു വേണ്ടി എന്നും പ്രാർത്ഥിക്കും. സങ്കീർത്തനം 121 ഉണ്ട്. നീ എൻ്റെ യഹോവ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എൻ്റെ യഹോവ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ സൗഖ്യമാക്കുകയും ചെയ്തു. സങ്കീർത്തനം 30:1. ഞാൻ എൻ്റെ കണ്ണുകൾ നിൻ്റെ പർവ്വതത്തിലേക്ക് ഉയർത്തണു, എനിക്ക് സഹായകാരൻ എവിടെ നിന്നോ വരുന്നു. എനിക്ക് സഹായകരം സമയത്തന്നെ എൻ്റെ മാതാവ് എൻ്റെ കടയിൽ എത്തിച്ചിരിക്കും. പിന്നെ ഞാൻ കാലില്ലാത്തവർ, കൈയില്ലാത്തവർ, രോഗമായിട്ട് കിടക്കുന്നവർ ഓരോ സ്ഥലങ്ങളിലും ഞാൻ സ്കൂട്ടറും കൊണ്ട് എൻ്റെ മൗനം ഞാനും പത്തരം പൊതിച്ചോറും കൊണ്ട് വീടുകളിൽ ചെല്ലും. അവിടെ ചോദിക്കും, ഞങ്ങൾ പ്രാർത്ഥിച്ച കുഴപ്പമുണ്ടോ? ഇല്ലാന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ കയറി പ്രാർത്ഥിക്കും, പൊതിച്ചോറ് കൊടുക്കും, ഞങ്ങൾക്ക് പറ്റിയ പൈസ സഹായം ചെയ്യും. ഒരേ മാസം ഉടമ്പടി പത്രം മേടിച്ചു കഴിഞ്ഞാൽ ആശുപത്രിയിലേക്ക് ചെല്ലും. അവിടെ ഓരോരുത്തരോടും അമ്മേനെക്കുറിച്ച് ഒരു പുച്ഛനാണോ ഇല്ലാതെ അമ്മയുടെ മഹത്വം ഞങ്ങൾ പറയും. അമ്മയുടെ ഉടമ്പടി എടുത്ത് വിശേഷങ്ങൾ പറയും, പത്രം കൊടുക്കുമ്പോൾ ഈ പത്രം കൊടുക്കുന്നവർ വേണ്ടാന്ന് ആരും പറയരുതേന്ന് പ്രാർത്ഥിച്ചിട്ടേ കൊടുക്കത്തുള്ളൂ. ഇത് അർഹതപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കാനുള്ള മനസ്സുണ്ടാവണേ ഞാൻ പറയും. ചിലർ വേണ്ടാന്ന് പറയും, നിങ്ങൾക്ക് വേണ്ടാണെങ്കിൽ ആ പത്രം തിരിച്ച് ഞാൻ മേടിക്കും, അത് അർഹതപ്പെട്ടവർക്കേ കൊടുക്കത്തുള്ളൂ. ഇത്തരം നന്ദി അനുഗ്രഹം ഈ 2 മാസത്തെ കാലാവധിയിൽ എൻ്റെ അമ്മ മാതാവ് എനിക്ക് എൻ്റെ മകൻ്റെ രോഗസൗഖ്യം മെയിനായിട്ട് എൻ്റെ അമ്മ മാതാവ് മാറ്റിയതിന് ഒരു കോടി നന്ദി പറയണം. ഇനി ഞാൻ ഈ അമ്മയുടെ ഉടമ്പടിയിൽ തന്നെ കഴിയാൻ തീരുമാനിച്ചിരിക്കണം. ആ ഉടമ്പടി വേളയിൽ തന്നെ ഞാൻ ഇനിയും എനിക്ക് പറ്റുന്നത്ര കാലവും നടക്കണം. ഞാൻ അമ്മയോട് അപേക്ഷിക്കണം, കടപ്പെട്ടിരിക്കണം. യാക്കോബ് ശ്രീയുടെ ലേഖനം 1-ാം അധ്യായം 27-ാം തിരുവചനം. പിതാവായ ദൈവത്തിന് മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്: അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക, ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ കാത്തു സൂക്ഷിക്കുക. സത്യ ജോൺ എന്ന ഈ സഹോദരി തൻ്റെ മകൻ്റെ രോഗാവസ്ഥയിൽ പരിശുദ്ധമ്മയുടെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും ഏറെ ക്ലേശപൂർണമായ രോഗ അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് സൂചനകൾ ലഭിക്കുമ്പോഴും പൂർണ്ണമായി അമ്മ മാതാവ് തിരുക്കുമാരൻ്റെ തിരുച്ചോരയാൽ സൗഖ്യം നൽകി സഹായിക്കുമെന്ന പ്രത്യാശയിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും അത്ഭുതകരമായി യാതൊരു രോഗവുമില്ലാതെ മകന് സൗഖ്യവും സാധാരണ ജീവിതവും തിരികെ ലഭിച്ചതിനെ നന്ദിയോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ അമ്മയുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ലഭിച്ച വിശ്വാസത്തെയും ആത്മീയ ഉണർവിനെയും അത് കൂടുതൽ നന്നായി ജീവിക്കുന്നതിനും മറ്റുള്ളവരോട് യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്നതിനും ഒരു അമ്മ മാതാവിൻ്റെ സാക്ഷിയായി ജീവിക്കുവാനുള്ള സന്തോഷത്തോടു കൂടി ഏറ്റവും അവസരക്കും ദരിദ്രർക്കും നന്മ ചെയ്യുവാനുള്ള നല്ല മനസ്സ് എപ്പോഴും സൂക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഉടമ്പടി ജീവിതം നമ്മെ നയിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുവാനുള്ള വലിയ മനസ്സിലേക്കാണ്. അത് പ്രാർത്ഥനകളെ വേഗത്തിൽ ഫലമണിയിക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. അമ്മയുടെ സന്നിധിയിൽ ഈ കുടുംബത്തിന് ലഭിച്ച നന്മകളെ നമുക്ക് നന്ദിയായി സമർപ്പിക്കുന്നതിനൊപ്പം നമ്മുടെ ജീവിതത്തെ പ്രാർത്ഥന കൊണ്ടും പ്രവൃത്തി കൊണ്ടും വിശ്വാസത്തെ കൂടുതൽ ബലമുള്ളതാക്കുന്നതിന് പരിശ്രമിക്കാം. അമ്മ മാതാവും തിരുക്കുമാരനും നമ്മുടെ ജീവിതങ്ങളെ അതിനെ പ്രചോദിപ്പിക്കുകയും നിരന്തരം സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ അനുഗ്രഹം ലഭിച്ച ഈ കുടുംബത്തിന് വേണ്ടി കരഘോഷത്തോടു കൂടി